മണ്ണന്തയിലെ പോസ്റ്റ് മെട്രിക് മെൻസ് ഹോസ്റ്റലിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്നും പുഴുവിനെ ലഭിച്ചു. പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്കായി സർക്കാർ നടത്തുന്ന ഹോസ്റ്റലാണിത്. വൈകുന്നേരം കപ്പയോടൊപ്പം നൽകിയ ചമ്മന്തിയിൽ നിന്നാണ് പുഴുവിനെ ലഭിച്ചത്. മെഡിക്കൽ പരിശോധന വേണം എന്നാണ് കുട്ടികൾ ആവശ്യപ്പെടുന്നത്. ഏകദേശം 80ഓളം കുട്ടികളാണ് ഈ ഭക്ഷണം കഴിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഹോസ്റ്റൽ ഭക്ഷണത്തിൽ നിന്നാണ് ഈ പുഴുവിനെ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തായിരുന്നു സംഭവം നടന്നത്. സാധാരണ വൈകുന്നേരത്തെ 4 മണിയോടുകൂടി കുട്ടികൾക്ക് സ്നാക്സ് നൽകാറുണ്ട്. അത്തരത്തിൽ കപ്പയും ചമ്മന്തിയുമാണ് ഇന്നത്തെ ദിവസം നൽകിയത്. ഈ കപ്പയിലും ചമ്മന്തിയിലുമാണ് ഈ പഴകിയതാണിത്. ഇതിൽ നിന്ന് പുഴുവിനെ കണ്ടെത്തുകയായിരുന്നു. ഈ സംഭവം നടക്കുന്നത് മണ്ണന്തലയിലെ പോസ്റ്റ് മെട്രിക് മെൻസ് ഹോസ്റ്റലാണ്. 90ഓളം കുട്ടികളാണ് ഈ ഹോസ്റ്റലിൽ ഉള്ളത്. പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന ഹോസ്റ്റലാണ്. ഈ വിവിധ ഇടങ്ങളിൽ, അതായത് വിവിധ ഹോസ്റ്റലുകളിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് താമസിക്കാനായിട്ടുള്ള ഹോസ്റ്റലാണ്. ഇവിടെ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരാതികളാണ് ഈ കുട്ടികൾ പറയുന്നത്. ഇവർക്ക് പേരുൾപ്പെടെ പറയാൻ പേടിയുണ്ട്. പക്ഷേ കുറെ കാലങ്ങളായി ഇവർക്ക് ഈ പഴകിയ ഭക്ഷണം നൽകുന്നുണ്ട്. പലർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് വയറിന് അസുഖം ഉൾപ്പെടെയുള്ള പല അസുഖങ്ങളും പല സമയത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടികൾ നമ്മളോട് പറഞ്ഞ കാര്യം. ഈ അടിയന്തരമായിട്ടൊരു ഇടപെടൽ വേണം. ഇവർക്ക് വൃത്തിയുള്ള ആഹാരം നൽകണം. ഇതിനോടകം തന്നെ 90ഓളം കുട്ടികൾ ഈ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. ഈ പഴകിയ കപ്പയും ചമ്മന്തിയും ഉൾപ്പെടെ കഴിച്ചു എന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരിശോധന നടത്തണം എന്നുള്ളൊരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്. അടിയന്തരമായി ഇടപെട്ട് ഇവർക്ക് വൃത്തിയുള്ള ഭക്ഷണം നൽകണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ആവശ്യം. കാലങ്ങളായി ഇത്തരത്തിൽ പഴകിയതും തലേ ദിവസത്തതും ഒക്കെ ഭക്ഷണം ഇവർക്ക് നൽകാറുണ്ട്. ഏതായാലും ഈ ഒരു കപ്പയോടൊപ്പം നൽകിയ ചമ്മന്തിയിലാണ് ഈ പുഴുക്കളെ കണ്ടെത്തിയിരിക്കുന്നത്. പല കുട്ടികൾക്കും മുൻപും പലതവണ സംഭവം ഉണ്ടായി. ഇത് ഹോസ്റ്റൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അതിനൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത്. ഈ പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് ചെറിയ പൈസയിൽ നിൽക്കുന്ന ഒരു ഹോസ്റ്റലാണ് ഈ മണ്ണന്തലയിലെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ. ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ആവശ്യം. രോഹിണി. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.